കെഎസ്ആർടിസി ടിക്കറ്റുകൾ ഇനി അക്ഷയ കേന്ദ്രങ്ങളിലും ബുക്ക് ചെയ്യാം. പല ഡിപ്പോകളിലെയും ബുക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണിത്. അതേസമയം സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളെ സഹായിക്കുന്നുവെന്ന് കണ്ടെത്തിയ 7 സ്വകാര്യ ഏജൻസികളുടെ ബുക്കിംഗ് കരാർ കെഎസ്ആർടിസി റദ്ദാക്കി. ഡിപ്പോകളിലെ ടിക്കറ്റ് ബുക്കിംഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന അതർ ഡ്യൂട്ടി ജീവനക്കാരെ പിൻവലിച്ചതോടെയാണ് ബുക്കിംഗ് കേന്ദ്രങ്ങൾ തുറക്കാതെയായത്. സ്റ്റേഷൻ മാസ്റ്റർമാരോട് ഇവ തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപ്പായിട്ടില്ല. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം തടസ്സപ്പെടുന്നതും പതിവാണ്. ഈ സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് അക്ഷയ കേന്ദ്രങ്ങളിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തുന്നത്. ബുക്കിംഗ് നടത്താൻ താൽപര്യമുള്ള അക്ഷയ സെന്ററുകൾക്ക് കെഎസ്ആർടിസിയെ സമീപിക്കാം. ഒരു ടിക്കറ്റിന് 4% കമ്മീഷൻ ലഭിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളെപ്പോലെ 50,000 രൂപ ഡിപ്പോസിറ്റ് നൽകേണ്ടതില്ല. കെഎസ്ആർടിസിയുടെ യാത്രാ കാർഡുകളും ഇതുവഴി വിൽക്കാം. ഡിപ്പോകളിലെ ബുക്കിംഗ് കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുന്നതിൽ ഗതാഗത മന്ത്രിയും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് എല്ലാവർക്കും സമീപിക്കാൻ കഴിയുന്ന അക്ഷയ സെന്ററുകളുടെ സഹായം തേടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. നിലവിൽ 14 സ്വകാര്യ ഏജൻസികൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കരാർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവരിൽ പലരും കെഎസ്ആർടിസി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വരുന്നവരെ കൂടി നിർബന്ധിച്ച് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിൽ ടിക്കറ്റ് എടുപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള 7 സ്വകാര്യ ഏജൻസികളുടെ കരാറാണ് റദ്ദാക്കിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.